എന്നിട്ട് ഗുണ്ടകൾ വേണുവിനെ വിളിച്ച് പറയുകയാണ്, സാർ പറഞ്ഞ പോലെ നന്ദുവിനെ ഗോഡൌണിൽ കൊണ്ടുപോയി ഞങ്ങൾ കെട്ടിയിട്ടു. ഇനി അവളെ എന്താണ് ചെയ്യേണ്ടതെന്ന് സാർ പറഞ്ഞാൽ മതി. അവളെ കൊല്ലണോ? അപ്പോഴേക്കും വേണു പറയുന്നുണ്ട്, അവൾ എൻ്റെ മോളെ തല്ലിയതാണ്, അതുകൊണ്ട് അവൾക്ക് കണക്കിന് കൊടുക്കണം. അവളുടെ കൈയും കാലും തല്ലിയൊടിച്ച് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിക്കണം എന്നൊക്കെ പറയുകയാണ് വേണു. ഓക്കെ സാർ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാമെന്നൊക്കെ ഗുണ്ടകൾ പറയുന്നുണ്ട്. ഇപ്പോൾ വേണ്ട, ഞാൻ പറയുമ്പോൾ മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വേണു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതേ സമയം കാണിക്കുന്നത് അനാമികയാണ്. അനാമികയ്ക്കാണെങ്കിൽ നന്ദുവിനോട് വല്ലാത്തൊരു ദേഷ്യമാണ്. ഓരോ സമയത്ത് അനാമിക ചിന്തിക്കുന്നത് നന്ദു തന്നെ തല്ലിയ നിമിഷമാണ്. അങ്ങനെ അതും ചിന്തിച്ചുകൊണ്ട് അനാമിക നിൽക്കുന്ന സമയത്ത് രേവതി വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ മോൾക്ക് പറ്റിയത്? മോൾ എന്താ ഇങ്ങനെ ഒരേ ഇരിപ്പിരിക്കുന്നത്? മോളെ എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കി. എനിക്കൊന്നും വേണ്ട അമ്മേ, എനിക്ക് എപ്പോഴും മറക്കാൻ പറ്റുന്നില്ല അവൾ എന്നെ തല്ലിയത്. മോളെ വിഷമിക്കാതിരിക്കി, അച്ഛൻ പറഞ്ഞില്ല അവൾക്ക് തിരിച്ചടി കൊടുക്കുമെന്ന്. എന്തായാലും മോൾ സങ്കടപ്പെടാതിരിക്കി, എന്തായാലും അവൾക്ക് തക്കതായ തിരിച്ചടി കൊടുക്കും. ആ സമയത്താണ് വേണു അങ്ങോട്ട് വരുന്നത്. വേണു അങ്ങോട്ട് വരുമ്പോൾ തന്നെ അനാമിക പറയുന്നുണ്ട്, അച്ഛൻ ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. അല്ലെങ്കിൽ അച്ഛൻ എന്താ സന്തോഷത്തിന് കുറവ്? അവൾ എന്നെയല്ലേ തല്ലിയത്. മോളെ വിഷമിക്കാതിരിക്കേ, ആ കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്ന് അച്ഛൻ നിനക്ക് വാക്ക് തന്നതല്ലേ. അച്ഛൻ ഇപ്പോഴും ഇങ്ങനെ പറയുക എന്നല്ലാതെ അച്ഛൻ ഇതിന് എന്ത് തീരുമാനമാണ് എടുക്കുന്നത്? അവളെന്ന് തൊടാൻ പോലും അച്ഛന് കഴിയില്ല. അച്ഛ, എനിക്ക് രണ്ടിലൊന്നും അറിഞ്ഞേ പറ്റൂ. അച്ഛനെ അവളെ തല്ലാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് അനാമിക. മോളെ, അവളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അവളെ ഞാൻ ഏൽപ്പിച്ച ഗുണ്ടകൾ പൊക്കിയിട്ടുണ്ട്. ഇനി അവളെ ഞാൻ എന്ത് ചെയ്യണമെന്ന് എൻ്റെ മോൾ അങ്ങ് പറഞ്ഞാൽ മതി, അതുപോലെ തന്നെ ഞാൻ ചെയ്തേക്കാം. മോളെ, അവളെ ഞാനങ്ങ് കൊന്നുകളയട്ടെ. വേണുവിൻ്റെ വാക്കുകൾ കേട്ട് രേവതി ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ വേണുവേട്ട ഇത്? അവൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി വേണുവേട്ട ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട. അവളെ കൊന്നാൽ നിങ്ങൾ സ്വപ്നം കണ്ടതൊക്കെ വെറുതെയാകും, പിന്നെ നിങ്ങൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. അപ്പോൾ വേണു പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല രേവതി, അതൊക്കെ ഇരു ചെവി അറിയാതെ ഞാൻ തന്നെ കൈകാര്യം ചെയ്തേക്കാം. എൻ്റെ മോള് പറഞ്ഞാൽ ഞാൻ അതങ്ങ് ചെയ്യും എന്നൊക്കെ പറയുകയാണ് വേണു. അപ്പോൾ അനാമിക പറയുന്നുണ്ട്, അമ്മ പറഞ്ഞത് ശരിയാണ് അച്ഛാ, അവളെ കൊല്ലുകയൊന്നും വേണ്ട. അവൾ മരിച്ചതുപോലെ അച്ഛനങ്ങ് കിടത്തിയേക്കണം. അനങ്ങാൻ പോലും വയ്യാതെ അവളങ്ങ് കിടപ്പിലാകുന്നത് എനിക്ക് പോയിട്ട് കാണണം. അപ്പോഴേ എൻ്റെ മനസ്സിലുള്ള ദേഷ്യം മാറുകയുള്ളൂ. എന്നെ തല്ലിയതിന് അവൾ അനുഭവിക്കണം അച്ഛാ. അവൾ കിടപ്പിലാവുന്നത് കണ്ട് എനിക്കൊന്ന് ആസ്വദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക ചിരിക്കുന്നുണ്ട്. അവൾ പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ ചെയ്തോളാം, അത് മതിയല്ലോ എന്നൊക്കെ വേണു ചോദിക്കുന്നുണ്ട്. മതിയച്ഛ, ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക വലിയ സന്തോഷത്തിലാണ്. എന്തായാലും എൻ്റെ മോൾ പോയിട്ട് നന്നായിട്ട് ഭക്ഷണം കഴിച്ചതിന് ശേഷം പോയി കിടന്നുറങ്ങുക എന്നൊക്കെ വേണു പറയുന്നുണ്ട്. അങ്ങനെ അനാമിക വലിയ സന്തോഷത്തിലാണ്. അങ്ങനെ ഇതേ സമയം കാണിക്കുന്നത് നന്ദുവിനെയാണ്. ഗുണ്ടകളെല്ലാം കൂടി നന്ദുവിനെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ ഗുണ്ടകൾ നന്ദുവിനോട് പറയുന്നുണ്ട്, എടി നിന്റെ കാര്യം പോക്കാണ്, ഇനി തട്ടിക്കളയാനാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, എടാ എന്നെ കെട്ടയച്ചു വിടടാ, ഇതുപോലെ കെട്ടിയിട്ടിട്ടല്ല ഭീഷണിപ്പെടുത്തുക. പറ്റുമെങ്കിൽ നിങ്ങൾ നേർക്കുക, അല്ലാതെ പിന്നിൽ നിന്ന് അടിച്ചിട്ടല്ല ഗുണ്ടായുസം കാണിക്കേണ്ടത്. അപ്പോഴേക്കും ഗുണ്ടകൾ പറയുന്നുണ്ട്, അടങ്ങി നിൽക്ക്, നിന്റെ ശങ്കൂറ്റത്തിന് ഒരു കുറവുമില്ല എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. തൽക്കാലം നീ ഇവിടെ തന്നെ കിടന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഗുണ്ടകൾ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ സമയം നന്ദുവിന് തൻ്റെ വീട്ടുകാരെ ഓർത്ത് വല്ലാതെ വിഷമമാകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നന്ദാവനത്തിൽ നന്ദുവിനെ കാണാത്തത് കൊണ്ട് തന്നെ ഗോവിന്ദനും കനകയും നയനയും വല്ലാതെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അങ്ങനെ കനകദുർഗ വന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, മോളെ എനിക്ക് പേടിയാകുന്നു, നന്ദുവിനെ കാണുന്നില്ലല്ലോ. ഇനി അനാമികയെ അവളുടെ വീട്ടുകാരും നമ്മുടെ മോളെ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവുമോ? അപ്പോൾ നയന പറയുന്നുണ്ട്, അമ്മ പേടിക്കേണ്ട, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അവൾ എന്തായാലും ഉടനെ തന്നെ ഇങ്ങോട്ട് തിരികെ വന്നോളൂ. എനിക്ക് വല്ലാത്തൊരു പേടിയുണ്ട് മോളെ, നന്ദുവിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്ന് വേഗം ആദർശിനെ വിളിച്ച് കാര്യം പറ, അവനോടൊന്ന് അന്വേഷിക്കാൻ പറ എന്നൊക്കെ പറയുന്നുണ്ട് കനകം. അങ്ങനെ കനകദുർഗ പറഞ്ഞിട്ട് ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി ആദർശിനെ വിളിക്കുന്നുണ്ട്. ആ നയനെ നീ എന്താണ് വിളിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആദർശ്. അത് പിന്നെ ആദർശേട്ടാ, നന്ദുവിനെ കാണുന്നില്ല, അവൾ ഇവിടെ നിന്ന് പോയിട്ട് കുറേ നേരമായി. അവളെ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫാണ്, ഞങ്ങൾക്കാകെ പേടിയാകുന്നുണ്ട് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. നന്ദു എങ്ങോട്ടാണ് പോയത് എന്നൊക്കെ ആദർശ് ചോദിക്കുന്ന സമയത്ത് ഞാൻ പറയുന്നുണ്ട്, അവൾ പുറത്തേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷേ ഈ നേരം വരെയായിട്ട് നന്ദുവിനെ കുറിച്ച് ഒരു വിവരവുമില്ല. ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല. ഇത്ര നേരമായിട്ടും നന്ദുവിനെ കുറിച്ച് ഒരു വിവരവുമില്ല. അതുകൊണ്ട് ആദർശേട്ടനൊന്ന് അന്വേഷിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് നയന. പേടിക്കേണ്ട നയനെ, അമ്മയോടും അച്ഛനോടും പേടിക്കേണ്ട എന്ന് പറയണം. ഞാനിപ്പോൾ തന്നെ നന്ദുവിനെ അന്വേഷിക്കാം എന്ന് പറഞ്ഞിട്ട് ആദർശ് ഫോൺ വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഈ സംഭാഷണം കേട്ടുകൊണ്ട് തന്നെ അനി അങ്ങോട്ട് വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, എന്താ ആദർശേട്ടാ, എന്താണ് കാര്യം? നയനെയാണ് വിളിച്ചത്. നന്ദു ഇത്ര നേരമായിട്ട് വീട്ടിലെത്തിയിട്ടില്ല, അവളുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫുമാണ്. എന്തായാലും ഞാനൊന്ന് പോയി അന്വേഷിച്ച് വരാം എന്നൊക്കെ പറഞ്ഞ് ആദർശ് പോകാൻ നിൽക്കുന്ന സമയത്ത്, എന്നാൽ ഏട്ടൻ ഞാനും വരാം, ഏട്ടനെ ഒറ്റയ്ക്ക് പോകേണ്ട. വേണ്ട അനി, ഞാൻ പോയിക്കോളാം എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. ഞാനും വരാമെന്ന് പറഞ്ഞത് കേട്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അനി ആദർശിൻ്റെ കൂടെ പോകുന്നുണ്ട്. അങ്ങനെ നന്ദുവിനെ അന്വേഷിച്ച് അവർ പോകുന്ന സമയത്ത് അനി തൻ്റെ മനസ്സിലുള്ള സംശയം ആദർശിനോട് പറയുകയാണ്.
ഏട്ടാ ആ അനാമിക അവളുടെ വീട്ടുകാർ അത്ര നല്ല ആളുകളൊന്നുമല്ല. ചിലപ്പോൾ നന്ദു അനാമികയെ അടിച്ചതിൻ്റെ ദേഷ്യത്തിൽ അവർ നന്ദുവിനോട് എന്തെങ്കിലും പക തീർത്തോ എന്നൊക്കെ ചോദിക്കുകയാണ് അനി. അങ്ങനെയൊന്നും ഉണ്ടാവില്ല അനി. നന്ദു എങ്ങോട്ടെങ്കിലും പോയതായിരിക്കും. അല്ലാതെ നന്ദുവിനെ എന്തെങ്കിലും ചെയ്യാൻ ആരും ധൈര്യപ്പെടില്ല. എത്ര ആളുകൾ തല്ലാൻ വന്നാലും അവരെയെല്ലാം നേർക്ക് നേരെ അടിച്ചൊതുക്കാനൊക്കെ നന്ദുവിന് കഴിയും. സമയം അനി ടെൻഷനോടെ പറയുകയാണ്, അല്ല ആദർശേട്ടാ, നന്ദുവിന് എന്തായിരിക്കും സംഭവിച്ചിരിക്കുക? എനിക്ക് അനാമികയും വീട്ടുകാരെയും തന്നെയാണ് സംശയം. അത് കേട്ട് ആദർശ് പറയുന്നുണ്ട്, അനി അങ്ങനെയൊന്നും സംഭവിക്കില്ല. നമുക്കെന്തായാലും പോയി ഒന്ന് അന്വേഷിക്കാം അനി. അങ്ങനെ അവർ നന്ദുവിനെ അന്വേഷിച്ച് കുറേ ദൂരം പോകുന്നുണ്ട്. അപ്പോഴാണ് റോഡിൻ്റെ സൈഡിലായിട്ട് ഒരു ബൈക്ക് നിർത്തിയിട്ടിരിക്കുന്നത് അവർ കാണുന്നത്. അത് നന്ദുവിൻ്റെ ബൈക്കാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ആളോട് അവർ ചോദിക്കുന്നുണ്ട്, ഈ ബൈക്കിലുണ്ടായിരുന്ന ആൾ എവിടെയെന്ന് അറിയുമോ? ഈ ബൈക്കിലുണ്ടായിരുന്ന ആളെക്കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല. പക്ഷേ കുറേ നേരമായിട്ട് ബൈക്ക് ഇവിടെ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു എന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞത്. ഇത് നന്ദുവിൻ്റെ ബൈക്ക് തന്നെയാണ് ആദർശേട്ടാ. ഇനി ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ സംഭവിച്ചിരിക്കുമോ? ആദർശ് ഞാൻ ഈ നന്ദുവിനെ ഒരുപാട് അന്വേഷിച്ചെങ്കിലും പക്ഷെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ ആദർശ് വീണ്ടും നയനയെ ഫോൺ വിളിക്കുന്നുണ്ട്. എന്താ വിളിച്ചത്? നന്ദുവിൻ്റെ വല്ല വിവരം കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നയന. ഇല്ല നയനെ, ഒരുപാട് അന്വേഷിച്ചെങ്കിലും ഒരു വിവരവും കിട്ടിയിട്ടില്ല. ഞങ്ങൾ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോകട്ടെ, പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം അറിയിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നന്ദുവിനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് അനി ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോലീസുകാർ അവർക്ക് അറിയാവുന്ന എല്ലാ രീതിയിലും അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞതിന് ശേഷം പോലീസുകാർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. അനിയുടെ മനസ്സിലുള്ള സംശയങ്ങളെല്ലാം ശരിയാണോ എന്നറിയാൻ വേണ്ടി ആദർശ് അനി ആദ്യം തന്നെ പോകുന്നത് അനാമികയുടെ വീട്ടിലേക്കാണ്. അങ്ങനെ അവർ അനാമികയുടെ വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ വേണു ഒരു കാർ എടുത്ത് പോകുന്നതാണ് കാണുന്നത്. അങ്ങനെ വേണുവിൻ്റെ കാർ ഫോളോ ചെയ്തുകൊണ്ട് അനി ആദർശ് പോകുന്നുണ്ട്. അങ്ങനെ വേണുവിനെ ഫോളോ ചെയ്തു പോകുന്ന സമയത്ത് അനി പറയുന്നുണ്ട്, ആദർശേട്ടാ മിക്കവാറും അയാൾ തന്നെയായിരിക്കും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുക. ഇയാളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് നന്ദുവിനെ കാണാൻ പറ്റും എന്നൊക്കെ അനി പറയുന്നുണ്ട്. അങ്ങനെ ആദർശ് അയാൾ ഫോളോ ചെയ്തുകൊണ്ട് പോവുകയാണ്. അങ്ങനെ കുറേ ദൂരം പോയതിന് ശേഷം വേണുവിൻ്റെ കാറ് ആരുമില്ലാത്തൊരു ഗോഡൌണിലേക്ക് പോകുന്നതാണ് അനിയും ആദർശും കാണുന്നത്. അങ്ങനെ വേണു വണ്ടി നിർത്തി ആ ഗോഡൌണിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആദർശും അനിയും വണ്ടി ഒരു സൈഡിലായിട്ട് നിർത്തി ആ ഗോഡൌണിൻ്റെ സൈഡിലായിട്ട് ആദർശും അനിയും പതുങ്ങി നിൽക്കുന്നുണ്ട്. അങ്ങനെ വേണുവിനെ കണ്ട പടത്തിന് നന്ദുവിനാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ വേണു നന്ദുവിനോട് പറയുന്നുണ്ട്, എടി നീ എൻ്റെ മോളെ തല്ലിയല്ലേ? എൻ്റെ മോളെ നീ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെന്തായാലും ഞാൻ തിരിച്ചടി തരും. എന്നിട്ട് വേണു ഗുണ്ടകളോട് പറയുന്നുണ്ട്, എടാ ഇവളെ എണീക്കാൻ പറ്റാത്ത രീതിയിൽ തല്ലി ചതയ്ക്കണം, ഒരിക്കലും ഇവൾ കിടന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കരുത് എന്നൊക്കെ വേണു പറയുന്നുണ്ട്. ആ സമയം നന്ദു പറയുന്നുണ്ട്, എടാ നാണമില്ലല്ലോ നിനക്ക്, ഇങ്ങനെ പിറകെ നിന്ന് അടിക്കുകയല്ല വേണ്ടത്, ധൈര്യമുണ്ടെങ്കിൽ നേർക്ക് നേർ വാ. നന്ദുവിൻ്റെ വാക്കുകൾ കേട്ട് വേണുവിനാകെ ദേഷ്യം വരുന്നുണ്ട്. എടേ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിന്റെ ചങ്കൂറ്റത്തിന് ഒരു കുറവുമില്ലല്ലോ. എന്നിട്ട് വേണു ഗുണ്ടകളോട് പറയുന്നുണ്ട്, എടാ ഇവൾ അഴിച്ചിട്. എന്നിട്ട് ഇവളുടെ കൈയും കാലും തല്ലി ചതക്കി. ഇവൾ ഇങ്ങനെ തന്നെ 6 മാസത്തേക്ക് കിടക്കണം, ശരീരം പോലും അനക്കാനാകാതെ അവൾ അങ്ങനെ തന്നെ കിടക്കണം എന്നൊക്കെ പറയുകയാണ് വേണു. അങ്ങനെ വേണു പറഞ്ഞതുപോലെ തന്നെ നന്ദുവിനെ തല്ലി ചതയ്ക്കാൻ വേണ്ടി ഗുണ്ടകൾ ആ കെട്ടുകളെല്ലാം അഴിക്കുന്നുണ്ട്. അങ്ങനെ നന്ദുവിനെ കെട്ടയക്കുന്ന സമയത്ത് ആദർശം അനി അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ അനിയെ ആദർശിനെയും കാണുമ്പോൾ വേണു ആകെ ഷോക്കഡാവുന്നുണ്ട്. അങ്ങനെ ആദർശം അനിയും നന്ദുവും കൂടി ആ ഗുണ്ടകളെ അവിടെ നിന്ന് അടിച്ചു ഓടിക്കുന്നുണ്ട്. ആ സമയം വേണു ആണെങ്കിൽ ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട്. ആദർശെ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് വേണു പറയാൻ പോകുമ്പോൾ പുഴയ്ക്ക് അനി ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, എടോ തനിക്ക് നാണമുണ്ടോ? എൻ്റെ അമ്മായച്ചനായിപ്പോയി, അല്ലെങ്കിൽ ഞാനൊന്ന് തന്നേനെ. അപ്പോഴേക്കും നന്ദു പറയുന്നുണ്ട്, ഇയാളോട് എങ്ങനെയല്ല പെരുമാറേണ്ടത്, ഇയാൾക്കിട്ട് നല്ലോണം കൊടുക്കണം, സ്ഥാനമൊന്നും നോക്കേണ്ട എന്നൊക്കെ നന്ദു പറയുന്നുണ്ട്. സമയം ആദർശ് ഇടപെട്ടുകൊണ്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഞങ്ങൾ ക്ഷമിച്ചു, നിങ്ങൾക്കുള്ള അവസാനത്തെ വാണിംഗ് ആണ്, ഇനി ഒരിക്കലും ഇതുപോലെ ക്ഷമിക്കാൻ പറ്റില്ല. അങ്ങനെ അവർ നേരെ പോകുന്ന നന്ദാവനത്തിലാണ്. അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം അവിടെ എല്ലാവരോടും പറയുന്നുണ്ട് ആദർശ് അനിയും.